നമസ്കാരം. ബീഹാറിലെ ബൂട്ടുകൾ റഷ്യൻ സൈന്യത്തിന്റെ കാലുകാക്കുന്നു. അമൂലിന്റെ നാവൂറും രുചികൾ അമേരിക്ക ഉൾപ്പെടെ ലോകമെങ്ങും ഹരമാകുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ആഗോള കുത്തക ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇന്ത്യ കൈയടക്കിയിരിക്കുന്നു. സൈക്കിൾ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം വരെ ലോകത്തിന് നൽകി ഇന്ത്യൻ നിർമ്മാണ മേഖല വൻ കുതിപ്പിൽ. ആഗോള വിപണിയിലെ ചൈനീസ് ആധിപത്യത്തിന് അന്ത്യമാകുന്നു. മെയ്ഡ് ഇൻ ചൈനയുടെ കാലം കഴിഞ്ഞു. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കാലമാണ്. ലോക വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആധിപത്യം ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ആഗോള കമ്പോളത്തിൽ പ്രിയമേറുകയാണ്. റെക്കോർഡ് വേഗത്തിലാണ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ വളർച്ച. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂണിൽ 16.91% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ $2.82 ബില്യൺ ഉപകരണങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് $2.42 ബില്യൺ ആയിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റുമതി 25.8% വർദ്ധിച്ചു. 2023 ഏപ്രിലിൽ $2.11 ബില്യൺ നിന്ന് ഈ വർഷം $2.65 ബില്യൺ ആയാണ് കയറ്റുമതി വർദ്ധിച്ചത്. മൊബൈൽ ഫോണുകളാണ് കയറ്റുമതി ചെയ്യുന്നതിലധികവും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗം അത്ഭുതപൂർണമായ വളർച്ചയാണ് കൈവരിച്ചത്. വരുന്ന 5 വർഷത്തിൽ ഉൽപാദനം $250 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാര ചരക്കുകളുടെ കയറ്റുമതിയിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ രാജ്യത്തിന്റെ കയറ്റുമതി $200 ബില്യൺ വർദ്ധിച്ചു. വാണിജ്യ സേവന മേഖലകളിലെ കയറ്റുമതി ജൂണിൽ $65.47 ബില്യൺ ഉയർന്നു. 2.56% വളർച്ചയാണ് ജൂൺ മാസത്തിൽ കൈവരിച്ചത്. ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നത്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആധുനികവും കാര്യക്ഷമവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വിദേശ മൂലധനത്തിനായി പുതിയ മേഖലകൾ തുറക്കുക എന്നിവയായിരുന്നു പ്രധാന നയങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനുമെല്ലാം ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. മേക്കിംഗ് ഇന്ത്യയ്ക്ക് അനുസൃതമായി ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ സ്വന്തം സംരംഭങ്ങളായ മേക്ക് ഇൻ ഒഡീഷ, തമിഴ്നാട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, വൈബ്രന്റ് ഗുജറാത്ത്, ഹാപ്പനിങ് ഹരിയാന, മാഗ്നറ്റിക് മഹാരാഷ്ട്ര എന്നിവ ആരംഭിച്ചിരുന്നു. 2016-17 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്ക് $60 ബില്യൺ FDI ലഭിച്ചിരുന്നു. മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ മേക്കിംഗ് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. 2023 ജനുവരിയിൽ കേന്ദ്ര ഗവൺമെന്റ് മേക്കിംഗ് ഇന്ത്യ സ്കീമിനായി 4276 കോടി മൂല്യമുള്ള 3 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിരുന്നു. 2016 ലോകബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ 190 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 130-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2023 ഇന്ത്യ 63-ാം സ്ഥാനത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വൻ നേട്ടങ്ങളാണ് ഇന്ത്യ കൊയ്യുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് വളരുന്നത്. ഇന്ത്യയുടെ ഈ വളർച്ച വിസ്മയത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ലോകത്തിന് തന്നെ അസൂയ ഉളവാക്കുന്ന നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. മേക്കിംഗ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. ഇന്ത്യ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ലോകത്തെ വലിയ ശക്തിയായി ഇന്ത്യ മാറട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.